അപ്പോൾ ഇപ്പോൾ ഏറ്റവും വലിയൊരു വിഷയമായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കോട്ടയത്തെ അച്ചായൻ ഗോൾഡ്, അതായത് ടോണി അച്ചായൻ. ഇപ്പോൾ ടോണി അച്ചായനാണിപ്പോൾ ഒരു വിഷയമായിട്ട് നിൽക്കുന്നത്. ടോണി അച്ചായൻ ലൈഫ് പദ്ധതിയിലെ വീട് തട്ടിയെടുത്ത് അദ്ദേഹം 40 സ്വർണ്ണക്കടകൾ തുടങ്ങിയപ്പോൾ അതിനോടനുബന്ധിച്ച് 40 വീടുകൾ വെച്ചു കൊടുത്തു. അപ്പോൾ അതിൽ ഒരു വീടായിട്ട് 31ാമത്തെ വീടായിട്ട് അങ്ങാണ്ട് കൊടുത്ത ഒരു വീടിനെ കുറിച്ചാണ് ഇപ്പോൾ ഒരു വലിയ വിഷയം വന്നിരിക്കുന്നത്. നമ്മുടെ സീക്രട്ട് ഏജൻ്റാണ് ഈ ഒരു വിഷയം ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് പലരും നേരത്തെ തന്നെ പല വിരുദ്ധമായിട്ടുള്ള അഭിപ്രായങ്ങളും നേരത്തെ പങ്കുവച്ചിട്ടുണ്ട്. എങ്കിലും ഈ സീക്രട്ട് ഏജൻ്റാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇപ്പം പ്രധാനമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അച്ചായൻ ലൈഫ് പദ്ധതിയിലുള്ള വീട് തട്ടിയെടുത്തു എന്നുള്ളതാണ് വീഡിയോയുടെ കണ്ടൻറ്റ്. അപ്പോൾ ഈ വിഷയം തുടങ്ങുന്ന എന്ന് മുതലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടോണി അച്ചായൻ ഒരു കാല് വയ്യാത്ത ഒരു ചേട്ടനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മാത്രമുള്ള, അവർക്ക് മക്കളൊന്നുമില്ല. അപ്പോൾ അവർക്കൊരു വീട് വെച്ച് കൊടുത്തതായിട്ട് ഒരു വീഡിയോ കാണിക്കുന്നു. 31ാമത്തെ എങ്ങാണ്ട് കടയുടെ ഉദ്ഘാടനത്തിന് അനുബന്ധിച്ച് ആണ് ഈ ഒരു വീട് കൊടുത്തതെന്നാണ് ഈ ടോണി അച്ചായൻ പറയുന്നത്, ആ വീഡിയോയ്ക്കകത്ത് പറയുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു വീടാണ്. അപ്പം അതിൻ്റെ പാല് കാച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ ആ വീട്ടുടമസ്ഥനോട് ചോദിക്കുകയും അദ്ദേഹം അത് ഒരു ഡേറ്റ് തീരുമാനിച്ചിട്ടുണ്ടെന്നാലും പണി പൂർത്തിയാകട്ടെ എന്ന് പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീട് ടോണി അച്ചായൻ കൊടുത്തതായിട്ടാണ് നമുക്ക് ആ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മുടെ രജീഷ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, അദ്ദേഹം വീഡിയോ ആയിട്ട് വരുന്നു. അതായത് ലൈഫ് പദ്ധതിയിൽ ആളുകൾക്ക് കൊടുത്ത വീട്, മനോഹരമായ വീടുകൾ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഒരു പരിപാടി ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു വീട് ഈ പറഞ്ഞ ഈ ചേട്ടനും ആ ചേച്ചിയും ഇങ്ങോട്ടുള്ള വീടാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് അവർ പറയുന്നത് ഇത് ലൈഫ് പദ്ധതിയിൽ ലഭിച്ച വീടാണ്, സർക്കാർ ചെയ്ത. അപ്പോൾ സർക്കാർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് ബൂസ്റ്റ് ചെയ്തുകൊണ്ടാണ് രജീഷ് പറയുന്നതും. ലൈഫ് പദ്ധതിയുടെ നമുക്കറിയാമല്ലോ, ഒരു 5 ലക്ഷത്തോളം വീടുകളൊക്കെ പണിഞ്ഞ് ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ളൊരു പദ്ധതിയാണത്. അപ്പോൾ ആ ഒരു പദ്ധതിയെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ ഒരു 2 പേര് മാത്രമുള്ള ഇവർക്കൊരു വീട് ലഭിച്ചതൊക്കെ മനോഹരമായിട്ട് ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ അപ്പച്ചനും അമ്മച്ചിയൊക്കെ വളരെ സന്തോഷത്തോടുകൂടി ഇത് ലൈഫ് പദ്ധതിയിൽ ലഭിച്ച വീടാണെന്നും സർക്കാരിനൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ ഈ 2 വീഡിയോയിലും ഒരേ വീട് തന്നെയാണ്, ഒരേ വ്യക്തികളാണ് വരുന്നത്. അങ്ങനെയാണ് ഈ സീക്രട്ട് ഏജൻറ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ അകത്ത് തട്ടിപ്പുണ്ട് എന്ന് പറഞ്ഞ് ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾക്ക് മനസ്സിലായ, ഇപ്പോൾ ഇവരുടെ എല്ലാം വീഡിയോ അവിടെ നിൽക്കട്ടെ, ഇതിൽ നമ്മൾക്ക് മനസ്സിലായ ഒരു കാര്യം ആണ് ഞാൻ ഈ പങ്കുവെക്കുന്നത്. ഞാൻ കുറേ വീഡിയോകൾ ലൈഫ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വർഷങ്ങളായിട്ട് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈഫ് പദ്ധതിയുടെ ഏകദേശ കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചൊക്കെ അറിയാം. ഇപ്പോൾ ലൈഫ് പദ്ധതിയിൽ ഒരു വീട് നൽകുക എന്ന് പറഞ്ഞാൽ 420 സ്ക്വയർ ഫീറ്റാണ്. ആ 420 സ്ക്വയർ ഫീറ്റ് വീടിന് 4 ലക്ഷം രൂപയാണ് ലഭിക്കുന്നത്. ഇപ്പോൾ ലൈഫ് പദ്ധതി പ്രകാരം അത് 4 ഘട്ടമായിട്ടാണ് നമ്മൾക്ക് ഈ പണം ലഭിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് തറ പണിയുന്നതിന് വേണ്ടി ആദ്യം തന്നെ നമ്മുടെ അക്കൗണ്ടിൽ പൈസ അവർ തരും. 40,000 രൂപയാണ് തരുന്നത്. ആ തറ പണിഞ്ഞ ശേഷം നമുക്ക് 1,60,000 രൂപ അടുത്ത ഘട്ടമായിട്ട് തരും. അത് നമ്മൾ പിന്നെ നമുക്ക് 1 ലക്ഷം രൂപ തരും. അതിന് നമ്മൾ ഇത് വാർത്ത് കാണിക്കണം. പിന്നെ ബാക്കിയുള്ള പണികൾ ചെയ്യുന്നതിൻ്റെ അവസാന ഗഡു നമുക്ക് ഈ പണികൾ പൂർത്തീകരിക്കുക, അതിനുശേഷം മാത്രമേ ലഭിക്കുള്ളൂ. അപ്പോൾ അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഈ വീടിൻ്റെ പൂർത്തീകരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ 4 ലക്ഷം രൂപ കൊണ്ട് ഒരു വ്യക്തികൾക്കും ഈ വീട് നിർമ്മിക്കാൻ പറ്റിയില്ല. എന്നാൽ ഇന്ത്യയിലെന്നല്ല, ലോകത്ത് തന്നെ ഒരു സർക്കാർ പദ്ധതിയിൽ ഇത്രയും ഒരു തുക നൽകുന്ന ഒരു പദ്ധതി, ഒരു വീട് നിർമ്മിക്കാൻ വേണ്ടി പാവത്തുങ്ങൾക്ക് നൽകുന്ന ഒരു പദ്ധതി വേറെ എങ്ങും ഇല്ലാതായി. അപ്പം സർക്കാരിനെ സംബന്ധിച്ച് പരമാവധി ചെയ്യാൻ പറ്റുന്ന ഒരു തുകയാണ് 4 ലക്ഷം രൂപ. ഈ 4 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ പണി പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഫുള്ള് പണികളൊന്നും ചെയ്ത് ഈ 4 ലക്ഷം രൂപയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല. മിക്ക ആൾക്കാരും അവർ സ്വന്തമായിട്ട് സ്വരൂപിക്കുന്ന പണം, അതല്ലെങ്കിൽ മറ്റെവിടെന്നെങ്കിലും കടങ്ങളൊക്കെ വാങ്ങിച്ചുള്ള പണം ഒക്കെ കൊണ്ടാണ് നമ്മൾ ഈ പണി പൂർത്തീകരിക്കുന്നത്. പലപ്പോഴും പല ആളുകൾക്ക് ഇതിൻ്റെ അകത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പം തറനിരപ്പ് പണിയാൻ 420 സ്ക്വയർ ഫീറ്റ് തറനിരപ്പ് പണിയാൻ തന്നെ ഏകദേശം
1,00,000 അടുത്ത് പൈസയാകും. ഈ 40,000 രൂപ കൊണ്ട് പറ്റിയില്ല. അപ്പോൾ അവരെവിടുന്നെങ്കിലുമൊക്കെ കടം വാങ്ങിക്കും. ഇത് പണിഞ്ഞിട്ട് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഈ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഈ ഫണ്ട് കൃത്യമായി ലഭിക്കുകയില്ല. അപ്പോൾ ഈ വാങ്ങിക്കുന്ന പൈസ എവിടുന്നെങ്കിലും വല്ല പലിശക്കാരുടെ കയ്യിൽ നിന്നൊക്കെ ആയിരിക്കും വാങ്ങിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പലിശയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ വലിയ രീതിയിൽ ഇവർ വീണ്ടും കടക്കാരാവുകയും കൂടെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സർക്കാർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ വീട് അനുവദിക്കുമ്പോൾ ഈ വീടിന് മറ്റേതെങ്കിലും രീതിയിൽ ആൾക്കാർ ഫണ്ട് നൽകാൻ തയ്യാറാണെങ്കിൽ അതുകൂടെ ശേഖരിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിർമ്മിക്കുന്നതിന് തടസ്സമൊന്നുമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഏതെങ്കിലും കാരണവശാൽ വ്യക്തികൾക്ക് അത് നിർമ്മിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, സ്വന്തം നിലയിൽ കഴിയുന്നില്ലെങ്കിൽ ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം അവരെ സഹായിക്കണം, അല്ലെങ്കിൽ അവരെ അതിനുള്ള ആളുകളെ കണ്ടെത്തി അത് നിർമ്മിച്ചു കൊടുക്കണമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതൊന്നും സാധാരണ നടക്കാറില്ല. ഈ 420 സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ പണിയാൻ പോലും മിക്ക ഗ്രാമസേവകന്മാരും സമ്മതിക്കാറുമില്ല. അപ്പം ഈ ആൾക്കാർ, ഈ ചിലർക്ക് 420 സ്ക്വയർ ഫീറ്റ് അല്ല 800ഉം 900ഉം ഒക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. ചിലരെ സംബന്ധിച്ച് ഉള്ളത് എങ്ങനെയെങ്കിലും നിർമ്മിച്ച് അതിൻ്റെ അകത്ത് കയറി കിടക്കുക എന്നുള്ളതാണ് സ്വന്തമായിട്ടൊരു അടച്ചുറപ്പുള്ളൊരു വീട്. അപ്പോൾ ഇത് നമ്മൾ ഈ പണി പൂർത്തീകരിക്കുക എന്ന് പറയുമ്പോൾ ഇത് തേപ്പ്, തറ, ഈ പണി കാര്യങ്ങൾ, മറ്റ് ടൈല് കാര്യങ്ങളൊന്നും നടക്കത്തില്ല. അതെല്ലാം സാമ്പത്തിക പ്രശ്നം കൊണ്ട് നടക്കത്തില്ല. അപ്പം ഇങ്ങനെയുള്ള ആളുകൾക്ക് ഈ വീടിൻ്റെ നിർമ്മാണം കഴിഞ്ഞ്, ഇപ്പം നമുക്ക് വലുതാക്കി നിർമ്മിക്കാനാണെങ്കിൽ പറ്റുന്നതെന്ന് പറഞ്ഞാൽ വീട് നിർമ്മാണം കഴിഞ്ഞ് വീടിൻ്റെ നമ്പരും ലഭിച്ച ശേഷം മാത്രമേ നമുക്ക് അതിൻ്റെ അകത്ത് എക്സ്റ്റൻഡ് വർക്ക് ചെയ്ത് കുറച്ചുകൂടെ വലുതാക്കാനൊക്കെ നിയമപ്രകാരമായിട്ട് അനുവദിക്കുകയുള്ളൂ. എന്നാൽ ആ വീട്, ആ 420 സ്ക്വയർ ഫീറ്റ് തന്നെ വൃത്തിയായിട്ട് നിർമ്മിക്കുന്നതിന് മറ്റൊരാളിൽ സഹായിക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് മറ്റ് തടസ്സങ്ങളുമില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാക്കുന്നത്, ഇവർക്ക് ലഭിച്ച വീട് ലൈഫ് പദ്ധതിയിൽ തന്നെയുള്ളതാണ്. ലൈഫ് പദ്ധതിയിൽ ഇവർ വീട് നിർമ്മിക്കാൻ ആദ്യത്തെ തറനിരപ്പ് പണിഞ്ഞിട്ടു. ഈ തറനിരപ്പ് പണിഞ്ഞിട്ടപ്പോഴാണ് ഇവർക്ക് ബാക്കി പണിയാൻ അറിയാമല്ലോ, അവരുടെ അവസ്ഥ അറിയാം. അവർക്ക് ആ ടോണിച്ചാൻ്റെ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്, അവരേതോ പള്ളിയിൽ നിന്ന് കൊടുക്കുന്ന ചെറിയ ഭക്ഷണ സാധനങ്ങളോ അതൊക്കെ വെച്ചാണ് അവർ ജീവിക്കുന്നതെന്ന്. അവർക്ക് മറ്റു വരുമാനമൊന്നുമില്ലെന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ പെൻഷൻ കാണും, സാമൂഹ്യക്ഷേമ പെൻഷനൊക്കെ കാണും. അതുകൊണ്ട് മാത്രമൊന്നും കാര്യം നടക്കത്തില്ലല്ലോ. അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ 40,000 രൂപ കൊണ്ട് അവർക്ക് ആ തറനിരപ്പ് അവരുടെ കയ്യിലുള്ള പൈസ വെച്ചൊക്കെ ആയിരിക്കും പണിഞ്ഞത്. പണിഞ്ഞു കഴിഞ്ഞപ്പോൾ ബാക്കി പണിയാൻ ഇവർക്ക് സാമ്പത്തികമില്ല. അപ്പോഴാണ് ഈ ടോണിച്ചാൻ്റെ വീഡിയോ മിക്കപ്പോഴും സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ എപ്പോഴും കാണാം. അത് പരസ്യമായിട്ടും വരുന്നുണ്ട്. പല വീഡിയോ നമ്മൾ കാണുമ്പോൾ അതിൻ്റെ അകത്ത് പരസ്യമായിട്ട് ഇദ്ദേഹത്തിൻ്റെ വീഡിയോ ബൂസ്റ്റ് ചെയ്തുകൊണ്ട്, ബൂസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പണം കൊടുത്ത് ബൂസ്റ്റ് ചെയ്തുകൊണ്ട് റീച്ച് കിട്ടാൻ വേണ്ടി. അപ്പോൾ ഇദ്ദേഹം തന്നെ പരസ്യം ചെയ്യുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യം പോട്ടെ. അപ്പം അവർക്ക് ഒരു ബിസിനസ്സുണ്ട്. ആ ബിസിനസ്സിനെ വളർത്തുക, അതിനെ ജനപ്രിയമാക്കുക. ഇന്ന് കേരളത്തിലെ എല്ലാ ആളുകൾക്കും അച്ചായം ഗോൾഡ് എന്ന് പറഞ്ഞാൽ അറിയാം. അപ്പോൾ അതിൻ്റെ ഒരു വശം മാത്രമാണ്. അപ്പം പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ട് ഇവർ പലതവണ ഈ അച്ചായം ഗോൾഡിലെ ടോണിച്ചാന് മെസ്സേജ് അയക്കുകയും അദ്ദേഹം വന്ന് ഇവരെ കാണുകയും അദ്ദേഹം വന്ന് ഇവർക്ക് സഹായം നൽകുകയും ചെയ്തു. സഹായം നൽകുക എന്ന് പറഞ്ഞാൽ 3 ലക്ഷം രൂപ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിനായിട്ട് ഒരു കോൺട്രാക്ടർക്ക് ഇവർ കരാർ എഴുതി കൊടുക്കുന്നുണ്ട്. ബാക്കി 1.5 ലക്ഷം രൂപ ഈ കുടുംബത്തിന് അല്ലാതെയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലൈഫ് പദ്ധതിയിലുള്ള പണവും ഈ പണവും കൂടെ ചേർത്താണ് ആ വീട് പണിഞ്ഞിരിക്കുന്നത്. നമുക്ക് ആ വീട് കണ്ടു കഴിഞ്ഞാൽ അറിയാം, എന്തായാലും 4 ലക്ഷം രൂപ വെച്ച് ആ വീട് നിർമ്മിക്കാൻ കഴിയത്തില്ലെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അച്ചായം കൊടുത്ത ഈ 3.5 ലക്ഷം രൂപ, മറ്റേവർക്ക് 4 ലക്ഷം രൂപ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയാൽ പോലും അത് ഈ പറയുന്ന രീതിയിൽ പൂർണ്ണമായിട്ട് അതിലേക്ക് ചിലവഴിക്കത്തില്ല. ഒരുവിധപ്പെട്ട എല്ലാ ആളുകളും അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് ഈ പറഞ്ഞ പോലെ ആദ്യഘട്ടം വാങ്ങിച്ച പൈസയുടെ പലിശ കൊടുക്കും. കിട്ടുമ്പോൾ അതിൽ നിന്ന് കുറച്ച് പലിശയോ കാര്യങ്ങളോ ഒക്കെ കൊടുക്കും. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് ആ പൈസ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പം സർക്കാരിൽ നിന്ന് പൈസ കിട്ടുന്നത് പല വഴിക്കായിട്ട് പോവുകയും ഈ 4 ലക്ഷം എന്നുള്ളത് 4 ലക്ഷം തന്നെ അവർക്ക് ചിലവഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ അച്ചായം കൊടുത്ത പണവും കൂടെ ഒക്കെ ചേർത്താണ് ആ ഒരു വീട് വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്. അതിന് അയാളെ നമ്മൾ ഈ പറയുന്ന ടോണിച്ചായനെ അഭിനന്ദിക്കണം. പക്ഷെ ടോണിച്ചാൻ ചെയ്തൊരു തെറ്റെന്ന് പറഞ്ഞാൽ, ഈ വീഡിയോയ്ക്കകത്ത് അദ്ദേഹം പറയുന്നില്ല ഇത് ലൈഫ് പദ്ധതിയിൽ ലഭിച്ച വീടാണെന്ന് പറയുന്നില്ല.
ലൈഫ് പദ്ധതിയിൽ വെച്ച വീടിന് ഞാൻ പണം കൊടുത്ത് ബാക്കി പൈസ കൊടുത്ത് സഹായിച്ചാണെന്ന് അദ്ദേഹം പറയുന്നില്ല. അപ്പോൾ ഈ കാര്യം ഏറ്റവും വലിയൊരു തെറ്റായിട്ട് വന്നിരിക്കുന്നത്. ഈ പറയുന്ന സംഭവം കൃത്യമായിട്ട് പറഞ്ഞിരുന്നുണ്ടെങ്കിൽ ഈ സീക്രട്ട് ഏജൻറ് എന്ന് പറഞ്ഞ കക്ഷിക്ക് ഇങ്ങനൊരു വീഡിയോ ചെയ്യേണ്ടി വരില്ലായിരുന്നു. രണ്ടാമത്തെ കാര്യം, ഈ രജീഷ് ചെയ്ത വീഡിയോയ്ക്കകത്ത് ഇവരിപ്പോൾ അച്ചായൻ ഇപ്പോൾ രണ്ടാമതിപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അച്ചായനോട് അവർ പറയുന്ന കൂട്ടത്തിൽ പറയുന്നുണ്ട്, രജീഷിൻ്റെ വീഡിയോയിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ചായൻ കൂടെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ രജീഷിൻ്റെ വീഡിയോ ലൈവ് പദ്ധതിയിൽ ലഭിച്ച വീടെന്ന് പറഞ്ഞാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് അവർ പറയുന്നുണ്ട് ഈ അച്ചായൻ ഗോൾഡ് ഇവരെ സഹായിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ ആ ഭാഗം കട്ട് ചെയ്തു എന്നാണ് ഇപ്പോൾ രജീഷ് ഈ പറയുന്ന അച്ചായൻ്റെ ആരോപണം. അത് കാണിച്ചിട്ടില്ലെന്നാണ് പറഞ്ഞത്. അതേ സ്ഥാനത്ത് തന്നെ അച്ചായനും ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. ഇത് ലൈഫ് പദ്ധതിയിൽ നിന്ന് ലഭിച്ച വീടാണ്, ഞാൻ സഹായിക്കുകയാണെന്ന് പറയാനുള്ള ഉത്തരവാദിത്വം അച്ചായനും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രണ്ട് ഭാഗത്തിലും രജീഷ് അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഇനി രജീഷിൻ്റെ ഭാഗം വന്നെങ്കിലേ അറിയത്തുള്ളൂ. ഇപ്പോൾ ഇവരുടെ രണ്ട് പേരുടെയും ഭാഗത്ത് ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഇവർ രണ്ട് പേരുടെയും ഭാഗത്ത് തെറ്റുണ്ട്. പിന്നെ വീട്ടുകാരുടെ ഭാഗത്തും തെറ്റുണ്ട്. പിന്നെ അവരുടെ ഗതികേട്, വീട്ടുകാരൻ്റെ ഗതികേട്, ഒരു സഹായം അഭ്യർത്ഥിക്കുന്നവൻ്റെ ഗതികേടിനെ കുറിച്ച് നമുക്കറിയാമല്ലോ. നമ്മൾ ഒരു കാരണവശാലും ഒരു മനുഷ്യനോടും സഹായത്തിനായിട്ട് കൈ നീട്ടാതിരിക്കട്ടെ എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം ഇങ്ങനെയൊക്കെ ഉള്ള ഒരു പരസ്യത്തിന് വേണ്ടിയാണ് സഹായിക്കുന്നത്. ഈ ടോണി ചാൻ്റെ തന്നെ വേറെ വീഡിയോക്കകത്തൊക്കെ വെറും കുഞ്ഞുങ്ങളെയൊക്കെ വെച്ച് വീഡിയോ ചെയ്യുന്നുണ്ട്. കുഞ്ഞുങ്ങളെയൊക്കെ അങ്ങനെ വീഡിയോ ചെയ്യാൻ യഥാർത്ഥത്തിൽ നിയമപ്രകാരം അനുമതി പോലും ഇല്ല. അദ്ദേഹം ചെയ്യുന്നത് തെറ്റാണ്. അദ്ദേഹത്തിന് അതിന് ബോധ്യമില്ലെങ്കിൽ അദ്ദേഹം മനസ്സിലാക്കണം. പിന്നെ അടുത്ത കാര്യം, ഈ അച്ചായൻ 40ഓളം വീടുകൾ പണിഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ 40ഓളം വീടുകളിൽ ഇനി അന്വേഷണം നടക്കേണ്ടതായിട്ടുണ്ട്. ഇത് എത്ര വീടുകൾക്ക് ഈ അച്ചായൻ ഈ രീതിയിൽ പൈസ കൊടുത്തിട്ടുണ്ട്? ലൈഫ് പദ്ധതിയിലുള്ള വീടാണോ ഈ 40 അച്ചായൻ പരസ്യം ചെയ്യുന്നത്? അദ്ദേഹത്തിൻ്റെ ബിസിനസ് വളർത്താൻ വേണ്ടിയാണ് അദ്ദേഹം ഈ പറയുന്ന 40 വീടുകൾ വെച്ചു കൊടുത്ത പരസ്യം ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ബിസിനസ് വളർത്താൻ വേണ്ടി, അല്ലാതെ മറ്റൊന്നുമല്ല. ഈ ഒരു ചാരിറ്റിയുടെ പിറകിൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ് തന്നെയാണ് പ്രധാനം. നമുക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പ് KSRTCയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ആണ് ഇദ്ദേഹത്തിൻ്റെ പേര് ആദ്യം ഞാൻ കേൾക്കുന്നത്. കാരണം ആ ഒരു വിഷയം ഞാൻ മറന്നുപോയി. അപ്പോൾ KSRTCയിൽ കോട്ടയത്ത് ഇവരുടെ പരസ്യങ്ങളൊക്കെ KSRTC ബസ്സുകളിലുണ്ടായിരുന്നു, അച്ചായൻ ഗോൾഡ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ പരസ്യം ഞങ്ങൾ ഇനി കൊടുക്കില്ല എന്നും പറഞ്ഞൊരു കമൻറ്റുമായിട്ടാണ് ഇത് കൂടുതൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ആ സമയത്ത് ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ അതിനുശേഷം ഇദ്ദേഹം പതുക്കെ ചാരിറ്റിയിലോട്ട് ഇറങ്ങി. ഈ ചാരിറ്റിയിൽ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഈ സീക്രട്ട് ഏജൻറ്റ് പറയുന്ന പോലെ നാടക ഡയലോഗുകൾ, നമ്മളൊരു മനുഷ്യൻ സാധാരണ രീതിയിൽ സംസാരിക്കുന്ന രീതിയല്ല, അത് അതിഭാവുകത്വം നിറഞ്ഞ സംസാരമാണ് ഈ ടോണി ചാൻ. അദ്ദേഹത്തെ ഞാൻ വിമർശിക്കുകയല്ല. അദ്ദേഹം ഈ 40 വീടുകൾക്ക് സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ കാര്യം. ഇതുപോലെ അനേകം ആൾക്കാർ ഈ ലൈഫ് പദ്ധതിയിലുള്ള വീടുകൾക്ക് സഹായം ചെയ്യുന്നുണ്ട്. ഓരോ മനുഷ്യനും ചെയ്യുന്നുണ്ട് പല സ്ഥലങ്ങളിലും. അപ്പം ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഇദ്ദേഹം ഒരു ബിസിനസ് ഉള്ളതുകൊണ്ട് ആ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യുക, അതിനുവേണ്ടിയാണ് അദ്ദേഹം മറ്റ് ഫേസ്ബുക്കിന് പൈസ കൊടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ വീഡിയോകളുടെ ഇങ്ങനെയുള്ള വീഡിയോ അദ്ദേഹം പിന്നെ പരസ്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഈ വീട്ടുകാരെ സഹായിക്കുന്നതോടൊപ്പം ഈ വീട്ടുകാരെ സഹായിക്കുന്ന കാര്യങ്ങൾ ബൂസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ പരസ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ചാരിറ്റി എന്ന് പറയുമ്പോൾ ആ ചാരിറ്റി ചെയ്ത് അവിടെ കൊണ്ട് തീർന്നു, ആ ഒരു വീഡിയോ കൊണ്ട് തീർന്നു. ഒരു പക്ഷേ അദ്ദേഹം മോണിറ്റൈസേഷൻ ആണെങ്കിൽ അദ്ദേഹത്തിന് വരുമാനവും കാര്യങ്ങളും കിട്ടും. പിന്നെ ആ ഒരു വീഡിയോ ഉപയോഗിച്ച് ബൂസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ പേരിലേക്ക് എത്തിക്കുക, അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുക, അതിൽ നിന്ന് പരസ്യം നേടുക, അദ്ദേഹത്തിന് ഒരു പരസ്യം നേടുക എന്നുള്ള ഒരു ലക്ഷ്യവും ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഇനി ഞാൻ ആരെയും സഹായിക്കില്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ അതിദരിദ്ര ലിസ്റ്റ് നമ്മുടെ കേരളത്തിൽ പ്രഖ്യാപിക്കുകയും അതിദരിദ്രരില്ലാത്ത കേരളം എന്നുള്ള രീതി പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തപ്പോൾ അദ്ദേഹം ഇതുപോലെ ഒത്തിരിയും ദരിദ്രരുണ്ട് എന്ന രീതിയിൽ ആ അതിദരിദ്രരുടെ മാനദണ്ഡം എന്താണെന്ന് അദ്ദേഹത്തിന് അറിയത്തില്ല, അങ്ങനെ പറ്റിയാണ്. എന്തായാലും അതൊക്കെ അങ്ങനെ ആയിക്കോട്ടെ. പക്ഷേ അദ്ദേഹം ചെയ്യുന്നതെല്ലാം നല്ല കാര്യം തന്നെയാണ്, അവർക്ക് ചെയ്തതും നല്ല കാര്യമാണ്. പക്ഷേ ഉള്ള കാര്യം തുറന്ന് പറയണം. ഞാൻ സ്വന്തം നിലയിൽ ചെയ്തു എന്നുള്ളതല്ല.
അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്ത കാര്യങ്ങൾ തുറന്നു പറയണം. അദ്ദേഹത്തിന് ഇനിയും ആൾക്കാർ സപ്പോർട്ട് ചെയ്യും. ഇനി അദ്ദേഹം സഹായിക്കാൻ പറ്റുന്നവരെ സഹായിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിന് വേണ്ടിയാണെങ്കിലും സഹായിക്കട്ടെ. കാരണം ചില ബിസിനസ്സുകാരെന്ന് പറഞ്ഞാൽ കാശുകളെല്ലാം കൊടുത്ത് സെലിബ്രിറ്റികൾക്ക് കൊടുത്താണ് അവരുടെ പരസ്യങ്ങൾ ചെയ്യുന്നത്. ഇതിപ്പം കുറച്ച് ആൾക്കാർക്ക്, പാവപ്പെട്ട ആളുകൾക്ക് സഹായം ആകുകയും അതോടൊപ്പം പരസ്യമാവുകയും കൂടെ ചെയ്യുമ്പോൾ അദ്ദേഹത്തിനും നല്ലത്, പാവപ്പെട്ട കുറേ ആളുകൾക്കും നല്ലത്. മറ്റേന്ന് പറഞ്ഞാൽ വലിയ വലിയ സെലിബ്രിറ്റികളോ അല്ലെങ്കിൽ സ്പോർട്സ് താരങ്ങളോ അങ്ങനെ വലിയ വലിയ ആളുകൾക്ക് മാത്രം പ്രയോജനപ്പെടുന്നൊരു കാര്യമാണ്. ഇതിപ്പോൾ സാധാരണപ്പെട്ട ആളുകൾക്കും പ്രയോജനപ്പെടുന്ന കാര്യമാണ്. അപ്പം ലൈഫ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് ആർക്കും സഹായിക്കാം, അതിന് യാതൊരു തടസ്സവും ഇല്ല. അപ്പം പക്ഷേ നിങ്ങളുള്ള കാര്യം തുറന്നു പറയണം. ഇത് ലൈഫ് പദ്ധതി കിട്ട വീടാണെങ്കിൽ ആ ലൈഫ് പദ്ധതിയിൽ ഞാൻ കൊടുത്തു, സഹായിച്ചു എന്നുള്ള കാര്യം പറയാൻ ഉള്ള മനസ്സ് കാണിക്കണം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ സംഭവം തീർന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ വീഡിയോയിൽ ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് വന്ന വീഡിയോയിൽ പോലും അച്ചായൻ അത് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴും അച്ചായനെ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം കിടക്കുന്നത്. അതുകൊണ്ട് അച്ചായൻ ഈ ഒരു കാര്യത്തിൽ ക്ലാരിറ്റി വരുത്തണം, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ 40 വീടുകളിൽ ഇതേ രീതിയിൽ സഹായം ചെയ്തിട്ടുള്ള മറ്റ് വീടുകളുണ്ടോയെന്ന് കൂടി അത് ക്ലാരിറ്റി വരുത്തി അച്ചായൻ മുന്നോട്ട് പോവുക. ഓക്കെ, അതാണ് ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾക്ക് ഈ രജീഷിൻ്റെ വീഡിയോയും ടോണിച്ചാൻ്റെ വീഡിയോയും സീക്രട്ട് ഏജൻറ്റിൻ്റെ വീഡിയോയും ഒക്കെ കാണാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ പോയി കാണുക. ഞാനത് ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് വെക്കുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓക്കെ.